വിശ്വമലയാളം ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന പുതിയ എല്ലാ വ്യക്തികൾക്കും എൻ്റെ വിനീതമായിട്ട് നമസ്കാരം. ഞാൻ മധുസൂദന പണിക്കർ, അകത്തേതര കളരിക്കൽ പാലക്കാട്. 2025 ഏപ്രിൽ മാസത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാർക്കും ഗ്രഹഗോചരവശാൽ വരുന്ന മാസഫലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാനായിട്ട് പോകുന്നത്. അതിനുമുമ്പ് നമ്മൾ ശനിമാറ്റത്തെക്കുറിച്ചും വിഷുഫലം വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ജോബ്, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാണാത്തവരൊക്കെ കാണുക. ബാക്കിയുള്ള വീഡിയോകൾ വൈകാതെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ സംശയങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുന്ന പക്ഷം മറുപടി കൊടുത്തു വരുന്നുണ്ട്. വിശദമായിട്ട് കാര്യങ്ങൾക്ക് നേരിൽ വരികയോ ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തി ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. അശ്വതിയും ഭരണിയും കാർത്തികയുടെ കാൽഭാഗവും അടങ്ങുന്ന മേടക്കൂറുകാർക്ക് ഈ ഏപ്രിൽ മാസത്തിലുണ്ടാവുന്ന ഫലങ്ങൾ എന്തൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ, സഹോദരങ്ങളെ കൊണ്ടോ സഹായികളെ കൊണ്ടോ പ്രത്യേകിച്ച് എന്തെങ്കിലും സപ്പോർട്ടുകൾ നമുക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കാം എന്ന് സൂചിപ്പിക്കുന്നു. മറ്റാരുടെയെങ്കിലും സഹായ കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് സ്വീകരിക്കാവുന്നതാണ്. അതേപോലെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ ഇടയ്ക്ക് നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടും. കാരണം ഏഴരശനിയൊക്കെ ആരംഭിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. ഉയർച്ച താഴ്ചകൾ സാമ്പത്തികപരമായിട്ട് കാര്യങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എങ്കിലും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. പക്ഷേ പുറമേയുള്ള ശത്രുക്കളുടെ ചില ഉപദ്രവങ്ങളോ നമ്മൾ ചെയ്യുന്നതായിട്ട് പ്രവൃത്തികളിൽ അസൂയാവഹമായിട്ടുള്ള വ്യക്തികളുടെ ചില സാന്നിധ്യങ്ങളോ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ ശ്രദ്ധയും കരുതലോടുകൂടി മുന്നോട്ട് പോകാനായി കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായിട്ടും ദൈവസഹായം ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് കാണുന്നു. കാലദോഷ പരിഹാരങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ആരോഗ്യസ്ഥിതി കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ പതിപ്പിക്കുക, പോഷകാഹാരങ്ങളൊക്കെ കഴിക്കുക, വ്യായാമം മുതലായിട്ട് കാര്യങ്ങൾ പരിശീലിക്കണം. വല്ലാതെ ഒരു അലസത, ഒരു മടിയൊക്കെ വരാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് കൂടുതലാണ്. ഒരു അരക്ഷിതാവസ്ഥ മനസ്സിലാക്കാനായിട്ടും എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പോൾ കൂടുതൽ മെഡിറ്റേഷനോ മറ്റ് ജപത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് നന്നായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ പ്രത്യേകിച്ച് മാസം പ്രശ്നങ്ങളൊന്നും പ്രത്യേകിച്ച് കാണുന്നില്ല. സന്താനങ്ങളെക്കുറിച്ച് ഉള്ള ആകുലതകളൊക്കെ മാറി സന്താനങ്ങൾക്ക് അഭിവൃദ്ധിയുള്ളൊരു മാസമായിട്ട് കാണുന്നു. അവരുടെ വിദ്യാഭ്യാസം മുതലായിട്ട് കാര്യങ്ങളൊക്കെ വളരെയധികം നന്നാവാനുള്ള സാധ്യതകളും, ഉദ്ദേശിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളിൽ ഉപരിപഠനങ്ങളൊക്കെ ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വിദ്യാപരമായിട്ട് അഭിവൃദ്ധിയുള്ള ഒരു മാസമായിട്ട് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. യാത്രാ കാര്യങ്ങളിൽ പ്രത്യേകം ഒരു ശ്രദ്ധ വേണമെന്ന് സൂചിപ്പിക്കുന്നു. വാഹനയാത്രയൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. അസമയത്ത് നമ്മൾ യാത്ര ചെയ്യുന്നതും പോകുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ വേണം എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അന്യരുടെ കാര്യങ്ങൾ ഇടപെടുന്നത് അത്രയ്ക്ക് നല്ലതല്ല. ഏത് കാര്യങ്ങളും അതിൻ്റെ നിയമാനുസൃതം ചെയ്തു പോകുന്നത് നന്നായിരിക്കും. പ്രവൃത്തി മണ്ഡലത്തിൽ നമുക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ നമ്മൾ തരണം ചെയ്യാനായി കൊണ്ടുള്ള അശാന്ത പരിശ്രമങ്ങൾ വേണം എന്ന് പ്രത്യേകിച്ച് കാണുന്നു. എല്ലാത്തിനും നമുക്കൊരു ദൈവസഹായം ഉണ്ടാവേണ്ട സമയമാണ്. തടസ്സങ്ങൾ ധാരാളം ഉണ്ടാവാനുള്ള സാധ്യതകൾ പറയുന്നുണ്ടെങ്കിലും ക്രമേണ പ്രാർത്ഥനയും വഴിപാടിലൂടെ നമുക്ക് അത് മറികടക്കാനായി കൊണ്ട് സാധിക്കുമെന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അപ്പോൾ കൂടുതൽ പ്രവൃത്തി മണ്ഡലത്തിൽ മനസ്സ് വയ്ക്കാനാണ് ഈ മാസം നമുക്ക് സൂചിപ്പിക്കുന്നത്. പ്രവൃത്തി മണ്ഡലത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരും എന്ന് പറയുന്നുണ്ട്. ചിലർക്ക് ദൂരേക്ക് പോകാനുള്ള സാധ്യതകളോ അല്ലെങ്കിൽ നിലവിലുള്ള സ്ഥലത്തൊരു നമുക്കൊരു അസ്വസ്ഥതകളൊക്കെ ഫീൽ ചെയ്യുന്നതുകൊണ്ട് അവിടെ നിന്ന് ഒരു ട്രാൻസ്ഫറിനൊക്കെ ശ്രമിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ചിലർക്കത് ഒരു ട്രാൻസ്ഫർ വരാം, നോർമലി ഒരു ട്രാൻസ്ഫർ വരാം, പ്രൊമോഷൻ ആഗ്രഹിക്കുന്ന പ്രൊമോഷൻ വിത്ത് ട്രാൻസ്ഫറൊക്കെ ആയിട്ട് വരാനുള്ള സാധ്യതകളും കൂടുതലാണ്. വിദേശത്ത് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഒരു യാത്ര ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം ഉടനെ ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അത് നല്ല യാത്രകളായിരിക്കാൻ പ്രാർത്ഥിക്കുക. ജോലിപരമായിട്ട് ദൂരയാത്രകൾക്കോ മറ്റോ ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു നല്ല സമയമായിട്ട് ഈ മാസം കാണുന്നുണ്ട്. അതുപോലെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും തീർച്ചയായിട്ടും ഈ മാസം നല്ല ഒരു മാസമായിട്ട് കാണുന്നു. പൊതുവെയുള്ള ഒരു ആത്മസംതൃപ്തി നിലനിർത്താനെ കൊണ്ട് സാധിക്കും എന്ന് കാണുന്നുണ്ട്. എല്ലാത്തിനും നമുക്ക് ദൈവാനുഗ്രഹം ഉണ്ടാക്കിയെടുക്കുക. ശനിദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചു പോകുന്നത് നന്നായിരിക്കും. തടസ്സ നിവൃത്തിക്ക് നല്ലവണ്ണം ഗണേശപ്രീതി വരുത്തണം. ശനിയാഴ്ചകൾക്കും പ്രാധാന്യം എടുത്തുകൊണ്ട് വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. ശാസ്ത്രപ്രീതിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. മാസം തോറും ജന്മനക്ഷത്ര ദിവസം ചെയ്യുന്നത് നല്ലതാണ്. ശിവന് പിൻവിളക്ക് ധാര മുതലായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും കൂളുമാല സമർപ്പണം ചെയ്യുന്നതൊക്കെ നല്ലതാണ് പ്രത്യേകിച്ച് പറയുന്നു. പ്രത്യേകിച്ച് എന്തെങ്കിലും ചാരിറ്റികളൊക്കെ ചെയ്യുക, അന്നദാനം, വസ്ത്രദാനം മുതലായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും നമുക്ക് ദോഷങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം വിഷയങ്ങളാണ് മേടക്കൂറുകാർക്ക് ഏപ്രിൽ മാസത്തിൽ ലഭിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ. കാർത്തിക നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗവും രോഹിണിയും മകീരത്തിൻ്റെ ആദ്യ പകുതിയും അടങ്ങുന്ന ഇടവക്കൂറുകാർക്ക് ഈ 2025 ഏപ്രിൽ മാസത്തിലുണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തേ പരിശോധിക്കുമ്പോൾ
ഏറ്റവും വിജയപ്രദമായിട്ടുള്ളൊരു കാലം നമ്മളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രവൃത്തി മണ്ഡലത്തിൽ അതിൻ്റെ മാറ്റങ്ങൾ നമുക്ക് തുടങ്ങും. ദൈവാനുഗ്രഹം വരുന്ന ഒരു മാസമായിട്ട് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അതുപോലെ നല്ല ഭാഗ്യയോഗങ്ങളും നമുക്ക് കുറച്ചു കാലങ്ങളായിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നതായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കയ്യിലേക്ക് വരേണ്ട സാഹചര്യങ്ങളും കൂടുതൽ പ്രവൃത്തി മണ്ഡലത്തിൽ മനസ്സൂന്നി നല്ല വിജയപ്രദമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്കും അതിന് തക്കതായിട്ടുള്ള ഒരു സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനും ഈ മാസം സാധ്യതയുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലേക്ക് നമുക്കിങ്ങനെ വന്നു തുടങ്ങും. അത് വ്യക്തമായിട്ട് പ്ലാനിങ്ങോടുകൂടിയും സമയബന്ധിതമായിട്ട് തന്നെ ചെയ്തു തീർക്കുന്ന വർഷം നല്ല റിസൾട്ടുകൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. വേണ്ടപ്പെട്ടതിൽ നിന്നും വേണ്ടതായിട്ട് സഹായങ്ങൾ ലഭിക്കും. ഗുരുജനങ്ങളുടെ സഹായങ്ങൾ നമുക്ക് ലഭിക്കും. കുടുംബത്തിലും പൊതുവെ സമാധാനാന്തരീക്ഷം നമുക്ക് നിലനിൽക്കും എന്നാണ് കാണുന്നത്. ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടാൻ സാധ്യത നമുക്ക് കാണുന്നു. തടഞ്ഞു വെച്ചതായിട്ടുള്ള മുടങ്ങിയിരുന്നതായിട്ടുള്ള എന്തെങ്കിലും പ്രൊമോഷനോ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വന്നു ചേരും. മേലുദ്യോഗസ്ഥന്മാർ സഹകരണം നമുക്ക് വളരെ സപ്പോർട്ടീവായിട്ട് ഈ മാസം വരും എന്ന് പ്രത്യേകിച്ച് കാണുന്നു. ദൂരദേശ യാത്രകൾ വേണ്ടി വരുന്ന കാണുന്നത്. പെട്ടെന്നൊരു യാത്ര പുറപ്പെടേണ്ട ഒരു സാഹചര്യം ഈ മാസം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ വിദേശങ്ങളായിട്ട് ബന്ധപ്പെട്ട ഒരു യാത്രയാവാം, ജോലിപരമായിട്ട് എന്തെങ്കിലും യാത്രകളാവാം. അതിനൊക്കെ നമ്മൾ തയ്യാറായിരിക്കുക എന്ന് പ്രത്യേകിച്ച് പറയുന്നു. പ്രത്യേകിച്ച് ഈ മാസം ഗൃഹാരംഭം മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ചിലവർക്ക് സ്ഥലം വാങ്ങിക്കലാവാം, ഗൃഹനിർമ്മാണങ്ങൾ തുടങ്ങലാവാം, സ്ഥലത്തിൻ്റെ ക്രയവിക്രയങ്ങളാവാം, അങ്ങനെ എന്തെങ്കിലും രജിസ്ട്രേഷൻ ചെയ്ത് വാങ്ങിക്കലാവാം. അങ്ങനെയുള്ള എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പ്രത്യേകിച്ച് മാസം പ്രത്യേകിച്ച് പറയുന്നു. അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള സപ്പോർട്ടുകൾ, സമൂഹത്തിൽ ഉയർന്ന വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ, പ്രവൃത്തി മണ്ഡലത്തിൽ നല്ല പേരും പ്രശസ്തിയും നമ്മളെ തേടിയെത്തും എന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. എല്ലാത്തിനും നമുക്കൊരു ദൈവസഹായമുള്ള സമയമാണ്. അടിസ്ഥാനപരമായിട്ട് ഓരോ കാര്യങ്ങൾ കൈക്കിട്ടിയാൽ തീർച്ചയായിട്ടും അത് പിടിച്ചു മുന്നേറി ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരവസ്ഥ കൈവരിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് കടന്നു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പരിശ്രമങ്ങൾക്ക് നമുക്ക് തീർച്ചയായിട്ടും വിജയം കൈവരിക്കാൻ സാധിക്കും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. കുടുംബത്തിലുള്ളതായിട്ടുള്ള അരക്ഷിതാവസ്ഥ ഒന്ന് മാറിക്കിട്ടും. സമാധാനാന്തരീക്ഷം വരും. ദാമ്പത്യ സൗഖ്യമുണ്ടാവും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അകന്നുപോയതായിട്ടുള്ള സുഹൃത്തുക്കളിലെയും ബന്ധുക്കളിലെയും സപ്പോർട്ടുകൾ നമുക്ക് ഇനിമേൽ കൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനായി കൊണ്ട് സാധിക്കുന്നത് കൊണ്ട് മനസ്സിന് പൊതുവെ നമുക്കൊരു സമാധാനം ഉണ്ടാവും എന്നാണ് ഈ മാസം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഏത് തീരുമാനങ്ങൾക്കും നമുക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുക. നല്ല ഒരു സമയ സാഹചര്യങ്ങളാണ് വന്നു പോകുന്നത്. അതേപോലെ സന്താനങ്ങൾക്ക് അഭിവൃദ്ധിയുള്ളൊരു മാസമായിട്ട് പ്രത്യേകിച്ച് കാണുന്നു. സന്താന പ്രീതികരമായിട്ടൊരു മാസമായിരിക്കുമെന്നും പ്രത്യേകിച്ച് കാണുന്നുണ്ട്. ഇഷ്ടകാര്യ സിദ്ധി ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ഭാഗ്യയോഗങ്ങൾ നമ്മളെ തേടിയെത്തും എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ പോസിറ്റീവായിട്ട് നടക്കും എന്നാണ് കാണുന്നത്. അപ്പോൾ പ്രാർത്ഥനകൾ ചെയ്യുക, നല്ല കാര്യങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്ത് നമുക്ക് അനുകൂലമാക്കി എടുക്കുക, ഭഗവത് പ്രീതി വരുത്തുക. തീർച്ചയായിട്ടും ഈ മാസം നല്ല ഒരു അഭിവൃദ്ധിയുള്ള ഒരു മാസമായിട്ടാണ് ഇടവൻ രാശിക്കാർക്ക് കടന്നു പോകുന്നത്. അപ്പോൾ ഇത്തരം വിവരങ്ങളൊക്കെയാണ് ഇടവക്കൂറുകാർക്ക് നമുക്ക് ഏപ്രിൽ മാസത്തിൽ ലഭിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ. പകീരത്തിൻ്റെ രണ്ടാം പകുതിയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങുന്ന മിഥുനം രാശിക്കാർക്ക് ഈ 2025 ഏപ്രിൽ മാസത്തിലുണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ നമ്മളത് പരിശോധിക്കുമ്പോൾ പ്രവൃത്തി മണ്ഡലത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കും എന്ന് കാണുന്നു. കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾക്ക് നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. പലതരത്തിലുള്ള സാഹചര്യങ്ങൾ മാറി മറിഞ്ഞു വരും. അതുകൊണ്ട് ഒന്നും നമുക്ക് ഇപ്പോൾ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സാഹചര്യം ആയിരിക്കില്ല എന്ന് കാണുന്നു. ചിലർക്ക് ജോലി മാറ്റം, സ്ഥലം മാറ്റം, ഗൃഹം മാറ്റം, ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാവാനുള്ള സാധ്യതകൾ പറയുന്നു. കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ പ്രവൃത്തി മണ്ഡലത്തിൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിനുള്ള വഴികൾ നമുക്ക് ക്രമേണ തെളിയും എന്നുള്ളതാണ്. നല്ല വ്യക്തിബന്ധങ്ങൾ ഉണ്ടാവാൻ സാധ്യത പ്രത്യേകിച്ച് കാണുന്നു. കുടുംബാന്തരീക്ഷത്തിൽ സമാധാനങ്ങൾ ഉണ്ടാവും. അന്യരുടെ കാര്യങ്ങൾ ഇടപെടുന്നത് അത്രയ്ക്ക് നല്ലതല്ല. പൊതുവിഷയങ്ങളും നമ്മൾ തലയിട്ട് കാര്യങ്ങൾ ഇടപെടുന്നത് നല്ലതല്ല എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അനാവശ്യമായിട്ടുള്ള വർത്തമാനങ്ങൾ, വാചാലത മുതലായിട്ട് കാര്യങ്ങൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു മാസമായിട്ട് സൂചിപ്പിക്കുന്നു. സാമ്പത്തികപരമായിട്ട് നമുക്ക് വരുമാനങ്ങൾ ഉണ്ടാവുമെങ്കിലും തക്കതായിട്ടുള്ള ചെലവുകൾ പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. അപ്പം അത്യാവശ്യം സേവിങ്സും കാര്യങ്ങളും വേണം ഇനിയുള്ള കാലഘട്ടം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു മനസ്സിലുള്ളതായിട്ടുള്ള അശാന്തി നമ്മൾ മാറ്റിയെടുക്കുക, സധൈര്യം പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനായിക്കൊണ്ട് സൂചിപ്പിക്കുന്നു. നല്ലവണ്ണം പ്രാർത്ഥനകളിലേക്ക് നമ്മൾ കിടക്കണം. കാലദോഷ നിവൃത്തിക്കുള്ള പരിഹാരങ്ങൾ ചെയ്യണം. കാരണം കണ്ടകശനിയൊക്കെ നമുക്ക് നടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ആ ശനിമാറ്റത്തെക്കുറിച്ച് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് കാണുക. അതിൽ വിശദാംശങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ശനിദോഷ പരിഹാരങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോകുന്നത് നന്നായിരിക്കും.
അതേപോലെ ഈ അകന്നിട്ടുള്ള ചിലവർക്ക് അകന്നുപോയ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ കൈകൂടി വരാനും, ചില വ്യക്തികൾക്ക് നിലവിലുള്ള ബന്ധുക്കാരെ കൊണ്ട് എന്തെങ്കിലും മനക്ലേശങ്ങളുണ്ടായി ഒന്ന് മാറി നിൽക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിലും നമ്മുടേതായിട്ടുള്ള സമീപന രീതികളാണ് നമുക്ക് നല്ലതും കെട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുക. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഈ മാസം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഗുരുജനങ്ങൾക്ക് അരിഷ്ടതകൾ പറയുന്നു. അച്ഛനമ്മ അങ്ങനെയുള്ളതായിട്ടുള്ള വ്യക്തികൾക്ക്, മുതിർന്നവർക്ക് കുറച്ച് ദോഷങ്ങളൊക്കെ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെതായിട്ടുള്ള ചികിത്സാ കാര്യങ്ങൾ നമ്മൾ നൽകുന്നത് നന്നായിരിക്കും. അതേപോലെ ഒരു മെൻ്റൽ സപ്പോർട്ട് നമുക്ക് അവർക്ക് കൊടുക്കുന്നത് നന്നായിരിക്കുമെന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. അപ്പോൾ അതിനായിക്കൊണ്ടുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ ആത്മീയപരമായിട്ട് കാര്യങ്ങളൊന്നും വ്യതിചലിക്കാതെ മുന്നോട്ട് പോകണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അപ്പോൾ ചിലപ്പോൾ ഒരു ഉന്മേഷക്കുറവ് വരാൻ, ചെയ്യാനുള്ളത് മടി, അലസത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ജപോ അനുഷ്ഠാനോ സാധനങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്ത് കുറച്ച് യോഗ കാര്യങ്ങളൊക്കെ പരിശീലിക്കുക, ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധാകാര്യങ്ങൾ നമ്മൾ ചെയ്യുക, എല്ലാത്തിനും ഒരു പ്ലാനിങ്ങോടുകൂടി ചെയ്യുന്നത് നന്നായിരിക്കും. സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്നത് നന്നായിരിക്കും എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ചില വ്യക്തികൾക്ക് പെട്ടെന്നുള്ള കർമ്മമേഖലയിൽ നിന്നും ഒരു ചലനം പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ഒരു ദൂരയാത്രകളൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിനായിക്കൊണ്ട് നമ്മൾ തയ്യാറായിട്ടിരിക്കുക. ഏത് സാഹചര്യമാണോ നമുക്ക് ആയിട്ട് മുന്നോട്ട് പോകുന്നത് ആ സാഹചര്യവുമായിട്ട് ഇഴുകി ചേർന്ന് പോകാനായിക്കൊണ്ടുള്ള ഒരു ശ്രമം വേണം എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ കുറച്ച് എല്ലാ കാര്യങ്ങളും കുറച്ച് ഡിലേ ഒക്കെ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മളൊന്ന് മാറ്റി ആ ഒരു സാഹചര്യത്തെ മാറ്റിയെടുക്കണം എന്നുള്ളത് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അനാവശ്യ യാത്രകളൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. വാഹനയാത്രയ്ക്ക് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. പൊതുവിഷയങ്ങളൊന്നും നമ്മളൊന്ന് മാറി നിൽക്കുന്നത് നന്നായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് പോകാൻ സാധ്യതയുണ്ട്. ഉപരിപഠനങ്ങൾ വളരെയധികം നന്നാവും എന്നുള്ള സൂചന തരുന്നു. വിവാഹ മംഗളകർമ്മങ്ങൾ പലതും നമുക്ക് വന്നു ചേരാനുള്ള സാധ്യതകൾ ഈ മാസം പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വിവാഹം നടക്കാത്തവർക്കൊക്കെ ഒരു നല്ല വിവാഹാലോചന വരുന്ന ഒരു സമയമായിട്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം. അതുപോലെ ഈ മോശപ്പെട്ട കൂട്ടുകെട്ടുകളിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു നിൽക്കുന്നത് നന്നായിരിക്കുമെന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാത്തിനും നമുക്ക് ദൈവാനുഗ്രഹം ഉണ്ടാക്കിയെടുക്കുക, നല്ല പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെയാണ് നമുക്ക് ഈ മാസം മിഥുനം രാശിക്കാർക്ക് ലഭിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ. പുണർദത്തിൻ്റെ കാൽഭാഗവും പൂയും ആയില്യം അടങ്ങുന്ന കർക്കിടകം രാശിക്കാർക്ക് ഈ 2025 ഏപ്രിൽ മാസം ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ് നമ്മളത് പരിശോധിക്കുമ്പോൾ, ചില ശുഭകാര്യങ്ങൾ നിശ്ചയിച്ചുറപ്പിച്ച് അല്പമൊന്നും മുടങ്ങാനുള്ള സാധ്യതകൾ പറയുന്നു. ചില കാര്യങ്ങൾ നമ്മൾ മാറ്റിവെക്കലാവാം. മറ്റൊരു സമയത്തേക്ക് സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലാത്തതുകൊണ്ട് ചില സാഹചര്യങ്ങളേക്ക് മാറ്റിവെക്കലാവാം. പക്ഷെ അല്ലെങ്കിൽ ചിലവർക്ക് പെട്ടെന്ന് പ്രവൃത്തി മണ്ഡലത്തിൽ ചില മാറ്റങ്ങൾ വരുന്നത് കൊണ്ട് നിശ്ചയിച്ച ചില കാര്യങ്ങൾ ചിലത് മാറ്റം വരുത്തേണ്ടതായിട്ട് വരും എന്നൊക്കെ പറയുന്നു. പെട്ടെന്നൊരു ദൂരയാത്ര നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ കർമ്മപരമായിട്ടൊരു യാത്ര വരാൻ സാധ്യതയുണ്ട്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള യാത്രകളൊക്കെ വരാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ഒരു ഉന്നത സ്ഥാനലബ്ധി പറയുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും ഗ്രൂപ്പുകളായിട്ട് പ്രവർത്തിക്കുക, പുതിയ ഒരു ടീം വർക്ക്, പുതിയൊരു ലീഡർഷിപ്പ് ഒക്കെ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇനിയുള്ള കാലഘട്ടം മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. നമുക്ക് വേണ്ടപ്പെട്ട വ്യക്തികളുടെ സഹായങ്ങളൊക്കെ നമുക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നു. ജോലി നിലവിൽ ഇല്ലാത്തവർക്കും ജോലി കാര്യങ്ങളിലൊക്കെ ഒരു സ്ഥിരത കുറഞ്ഞവർക്കും പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂകളൊക്കെ തീർച്ചയായിട്ടും അത് പാസ്സാവും. നമുക്ക് പുതിയ ജോയിനിങ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത, പുതിയ പ്ലേസ്മെൻ്റ് ഒക്കെ വരാനുള്ള സാധ്യത പ്രത്യേകിച്ച് കാണുന്നുണ്ട്. അപ്പോൾ പുതിയ കാര്യങ്ങളുമായിട്ട് നമുക്ക് കണക്റ്റ് ആവാൻ പറ്റുന്ന ഒരു സമയമാണ്. ഒരു നല്ലൊരു മാറ്റത്തിൻ്റെ ഒരു തുടക്കമാണ് നമുക്ക് ഈ മാസം കാണുക. അതിൻ്റെ ഒരുപാട് നമുക്ക് ഗുണങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവും. അപ്പോൾ അത് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചൂസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. വർഷഫലം വീഡിയോകൾ നമ്മൾ കൂടുതൽ വിശദാംശങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായിട്ടും ഇത് കാണുക. ശനിമാറ്റത്തെക്കുറിച്ചുള്ള വീഡിയോ ശനിക്ക് വളരെ അനുകൂലമായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. വ്യാഴമാറ്റം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. വിഷുഫലം നമ്മൾ ഇട്ടിട്ടുണ്ട്. കാണാത്തവർക്ക് തീർച്ചയായിട്ടും കാണുക. അപ്പം അത്തരം നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ നടക്കാനും കുടുംബത്തിലുള്ളതായിട്ടുള്ള അശാന്തി മാറി സമാധാനാന്തരീക്ഷം ഉണ്ടാവാനും സന്താനങ്ങളെക്കുറിച്ചുള്ളതായിട്ട് മനക്ലേശങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടാനും സന്താനങ്ങൾക്ക് പ്രത്യേകിച്ച് നല്ല അഭിവൃദ്ധികളും ശുഭമംഗളകർമ്മങ്ങളൊക്കെ നടത്തി കൊടുക്കാനുള്ള ഒരു സാഹചര്യങ്ങളും ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് കാണുന്നു. കുറച്ചു കാലങ്ങളായിട്ട് മുടങ്ങിയിട്ടുള്ള ഗൃഹനിർമ്മാണം ഒക്കെ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്ന സമയമാണ്. അപ്പോൾ അതിനുള്ള സാമ്പത്തികപരമായിട്ടുള്ള സഹായങ്ങൾ അതല്ലെങ്കിൽ ലോണോ കാര്യങ്ങളൊക്കെ അപേക്ഷിച്ചവർക്ക് തീർച്ചയായിട്ടും ഈ മാസം അത് വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതേപോലെ സാമ്പത്തിക കാര്യങ്ങളിൽ അധികം നമ്മൾ ചിലവുകൾ എപ്പോഴും നമ്മൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കണം. അനാവശ്യ ചിലവുകളും അത്യാർഭാടങ്ങളും ഒഴിവാക്കി മുന്നോട്ട് പോകണം.
കാരണം നമുക്ക് അധികം ചെലവ് ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതി അല്ല നമുക്ക് വരാനുള്ളത്. അതുകൊണ്ട് എല്ലാത്തിനും ഒരു നിയന്ത്രണം വേണം എന്നുള്ളതാണ് പറയുന്നത്. എല്ലാം ഒരു ബഡ്ജറ്റിൽ ഒതുക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനങ്ങളിലേക്ക് മുന്നോട്ട് പോവുക. ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും തൊഴിൽ ചെയ്യുന്നവരാണെങ്കിലും അത്തരം കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അത് കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങൾ അതൊക്കെ നടപ്പിലാക്കാം. അതിനൊക്കെ നമുക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവും എന്നുള്ള ഒരു സൂചന നമുക്ക് ലഭിക്കുന്നു. പൂർവ്വസ്വത്ത് സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങളുടെ തീരുമാനങ്ങൾ, ചിലപ്പോൾ സംസാരങ്ങളാവാം, അതിൻ്റേതായിട്ടൊരു മീഡിയേഷനൊക്കെ ഉണ്ടാവാം. നല്ല രീതിയിൽ സംസാരിച്ച് നമുക്ക് അനുകൂലമാവുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം. തീർച്ചയായിട്ടും നല്ല തീരുമാനങ്ങൾ ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. കുടുംബ പരദേവതാ പ്രീതിക്കുള്ള കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ചെയ്ത് മുന്നോട്ട് പോവുക. പിതൃക്കളെ നല്ലവണ്ണം സ്മരിക്കുക. അതുപോലെ തന്നെ നിത്യസാധന കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. ആരോഗ്യ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. ദാമ്പത്യ സൗഖ്യം വരും എന്നുള്ളത് നമുക്ക് കാണുന്നുണ്ട്. എല്ലാത്തിനും നമുക്കൊരു ദൈവസഹായം ഉള്ള സമയമാണ്. പുതിയൊരു തുടക്കമായിരിക്കും. അതിലേക്ക് നമ്മൾ മനസ്സ് വെച്ച് എല്ലാത്തിനെയും നമുക്ക് റിസീവ് ചെയ്യാനുള്ള ആ മനസ്സോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ മാസം നമുക്ക് കർക്കിടക രാശിക്കാർക്ക് ലഭിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ. മകവും പോരും ഉത്തരത്തിൻ്റെ കാൽഭാഗവും അടങ്ങുന്ന ചിങ്ങൻ രാശിക്കാർക്ക് ഈ 2025 ഏപ്രിൽ മാസം ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ പരിശോധിക്കുമ്പോൾ അധികാരികളുമായിട്ട് വളരെയധികം ടേംസ് ആൻഡ് കണ്ടീഷൻസ് നന്നാക്കി മുന്നോട്ട് പോകണം. എല്ലാവരുടെയും ഒരു സഹകരണ മനോഭാവം ഉണ്ടാക്കിയെടുക്കണം എന്ന് പറയുന്നു. അല്പം എടുത്തിയാട്ടം കൊണ്ടോ ദേഷ്യം കൊണ്ടോ ഒക്കെ ചെറിയ ബുദ്ധിമുട്ടുകൾ നേരിടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് അല്പം ശ്രദ്ധിക്കുക. അതേപോലെ പെട്ടെന്നുള്ള ദൂരദേശ യാത്രകൾ നമുക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പെട്ടെന്നൊരു ട്രാൻസ്ഫറോ കാര്യങ്ങളൊക്കെ വരാം. അല്ലെങ്കിൽ പുതിയ ജോലി പ്രവേശിക്കലാവാം, വിദേശത്ത് പോകലാവാം, അത് മറ്റെന്തെങ്കിലും യാത്രകൾ, ബിസിനസ് പരമായിട്ട് ട്രിപ്പുകളോ ഒക്കെ പെട്ടെന്ന് ഈ മാസം ഉണ്ടാവാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. എന്തായാലും സാമ്പത്തിക സ്ഥിതി നമുക്ക് മെച്ചപ്പെടേണ്ട ഒരു മാസമായിട്ടാണ് കാണുന്നത്. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളെ തേടിയെത്തും. ഒരു ആത്മവിശ്വാസം നമുക്ക് കൂടുന്ന ഒരു സമയമാണ്. ഒരു ദൈവാനുഗ്രഹം ഉണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. പ്രാർത്ഥനകൾക്ക് ഫലം ചെയ്യും. കാലദോഷങ്ങൾ ഒരുവിധം നീങ്ങിക്കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ അകാരണമായിട്ട് വൈകലും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നവർ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് മാറി സമയത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തീർക്കാനെ കൊണ്ട് സാധിക്കും എന്ന് പറയുന്നു. ഒരേ സമയങ്ങളിൽ പല കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 1-2 കാര്യങ്ങളിൽ മാത്രം ഏർപ്പെടുക. കാരണം അങ്ങനത്തെ ഒരു സമയമല്ല. ഇനി അഷ്ടമശനി ആരംഭിച്ചൊരു കാലഘട്ടമാണ്. അപ്പോൾ എല്ലാത്തിനും നമുക്ക് വരുമാനങ്ങളൊന്നും വരില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ ആയിരിക്കും അത് വരിക, അല്ലെങ്കിൽ 1-2 കാര്യങ്ങളിലൂടെ ആയിരിക്കും അത് വരിക. അത് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അധിക ചെലവുകളോ അധിക ഇൻവെസ്റ്റ്മെൻറ്റുകളോ ഇല്ലാതെ പ്രത്യേകിച്ച് ഇനിയുള്ള കാലഘട്ടം പോകണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യസ്ഥിതിയും അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ വരുന്നതായിട്ടുള്ള പ്രശ്നങ്ങളുമാണ്. അതൊക്കെ പരിഹരിക്കാനെ കൊണ്ട് തയ്യാറെടുക്കുക. ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്തു പോവുക. വിട്ടുവീഴ്ച മനോഭാവത്തോടെ പോകണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. സന്താനങ്ങൾക്ക് അഭിവൃദ്ധിയുള്ള സമയമാണ്. വിദ്യാഭ്യാസം ഉള്ള വ്യക്തികൾക്ക് പ്രത്യേകിച്ച് നല്ല ജോലി കാര്യങ്ങളിലൊക്കെ ലഭിക്കാനും പുതിയ സ്ഥലത്തേക്കുള്ള പ്ലേസ്മെൻ്റൊക്കെ ഈ മാസം പറയുന്നുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂകളൊക്കെ പങ്കെടുത്ത് തീർച്ചയായിട്ടും അത് പാസ്സാവും. അതുപോലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന ഒരു മാസമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് വന്നു ചേരേണ്ട പ്രൊമോഷനോ അല്ലെങ്കിൽ ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും അരിയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ വന്നു ചേരും എന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും ഒരു ഇഷ്ടപ്പെട്ടൊരു വസ്തു വാങ്ങിക്കലാവാം. വാഹനമാവാം, അല്ലെങ്കിൽ ഗൃഹമാവാം, മറ്റെന്തെങ്കിലും നമുക്ക് ഗൃഹം ബോഡി പിടിപ്പിക്കേണ്ടതായിട്ടുള്ള വസ്തുക്കളിൽ അല്ലെങ്കിൽ ആഭരണമാവാം. അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. വിവാഹമംഗളകർമ്മങ്ങൾ പെട്ടെന്ന് നടക്കാനുള്ള തീരുമാനങ്ങളിലേക്ക് പോകും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അതുപോലെ തന്നെ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഒരു ശ്രദ്ധ ഊന്നി മുന്നോട്ട് പോകാനെ കൊണ്ട് സാധിക്കും. അപ്പോൾ ആത്മീയപരമായിട്ടുള്ള ഒരു ഉണർവുകളും ഒരു ഉന്മേഷങ്ങളും വർദ്ധിക്കും. ഒരു ആത്മധൈര്യം വർദ്ധിക്കും. അശാന്തികൾ മാറിക്കിട്ടും. എല്ലാത്തിനും നമുക്കൊരു ദൈവാനുഗ്രഹം ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാത്തിനൊരു വേഗത കുറച്ച് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അതെല്ലാം വ്യക്തമായിട്ട് പ്ലാനിങ്ങോടുകൂടി ഇറങ്ങുന്ന വർഷം തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ മാറ്റങ്ങൾ അറിയാനെ കൊണ്ട് സാധിക്കും. നമ്മൾ ആ ശനിമാറ്റത്തെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണുക. വർഷഫലമുള്ള വീഡിയോ, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരത് കാണുക. വിഷുഫലം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്, അതും കാണുക. അതിലൊക്കെ ഒരുപാട് വിഷയങ്ങൾ ഉൾപ്പെടുത്താനെ കൊണ്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ മാസം ചിങ്ങൻ രാശിക്കാർക്ക് കടന്നു പോകുന്നത് എന്ന് പ്രത്യേകിച്ച് കാണുന്നു. ഉത്തരത്തിൻ്റെ മുക്കാൽ ഭാഗവും അത്തവും ചിത്രയുടെ ആദ്യ പകുതിയും അടങ്ങുന്ന കന്നിരാശിക്കാർക്ക് ഈ 2025 ഏപ്രിൽ മാസത്തിലുണ്ടാവുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ
ദൈവാനുഗ്രഹമുള്ള ഒരു മാസമായിട്ടാണ് പറയുന്നത്. യാത്രകൾ വേണ്ടിവരും എന്ന് കാണുന്നു. കുടുംബത്തിൽ നിന്നും അല്പം ഒന്ന് മാറി നിൽക്കേണ്ട സാഹചര്യങ്ങളാണ് കാണുന്നത്. അപ്പോൾ ജോലിപരമായിട്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങളെ കൊണ്ടോ ഒരു മാറ്റം ആ സമയത്ത് പറയുന്നുണ്ട്. അല്പം കുടുംബത്തിൽ മാറി താമസിക്കേണ്ട ഒരു സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് പറയുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കലഹങ്ങൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ അസ്വസ്ഥതകൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വർത്തമാനങ്ങൾ മാക്സിമം ഒഴിവാക്കാനായിട്ട് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ നല്ല പ്രാർത്ഥനകൾ ഈ സമയത്ത് വേണം, പിതൃസ്മരണ വേണം എന്ന് പ്രത്യേകിച്ച് കാണുന്നു. ശിവാരാധന ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. നാഗദേവതമാരെ ആരാധിക്കുന്നത് പ്രത്യേകിച്ച് ഈ മാസം നല്ലതാണ് എന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. പ്രവൃത്തി മണ്ഡലത്തിൽ തീർച്ചയായിട്ടും വിജയപ്രദമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. സാമ്പത്തികപരമായിട്ട് ഉയർച്ച കാണുന്നു. പ്രതീക്ഷിക്കാത്ത പെട്ടെന്നുള്ള ഒരു മാറ്റങ്ങളും നല്ല ഗുണകരമായിട്ടുള്ള ചില മാറ്റങ്ങളും നമുക്ക് ഈ മാസം വരും എന്നാണ് പറയുന്നത്. കുറച്ച് കാലങ്ങളായിട്ട് കാത്തിരുന്ന എന്തെങ്കിലും ജോലി കാര്യങ്ങൾ ആവാം, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കലാവാം, പുതിയ വസ്തുക്കൾ എന്തെങ്കിലും നമുക്ക് വാങ്ങിച്ചേർത്തലാവാം. അപ്പോൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം, ഒരു ക്രയവിക്രയം ഈ സമയത്ത് നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സുഖാഡംബരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ ചെലവഴിക്കുന്ന കാര്യങ്ങളാവാം. അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല കാര്യം ഈ സമയത്ത് വരുമെന്ന് കാണുന്നു. പ്രത്യേകിച്ച് വിവാഹ മംഗളകർമ്മ സിദ്ധി കാണുന്നുണ്ട്. നല്ല ആലോചനകളൊക്കെ വരും. ജാതകങ്ങളൊക്കെ പരിശോധിച്ച് നല്ല രീതിയിൽ അത് മുന്നോട്ട് തീരുമാനം എടുക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ സമയസന്ദർഭങ്ങളൊക്കെ അനുസരിച്ച് മുന്നോട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കാം. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത്. അപ്പോൾ അവിടെ എന്തെങ്കിലും കലഹങ്ങളോ വാദപ്രതിവാദങ്ങളോ ഒക്കെ വരാം. ചിലപ്പോൾ നിയമപ്രശ്നങ്ങൾ നേരിടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് സോഷ്യൽ വർക്ക് ചെയ്യുന്നവരും മറ്റ് കാര്യങ്ങളൊക്കെ ഇടപെടുന്നവരും രാഷ്ട്രീയ മേഖലയായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്നവരും സാംസ്കാരിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ ഈ മാസം അല്പം ഒന്ന് ശ്രദ്ധ വേണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ധനദുർവ്യയങ്ങളുണ്ടാവും, അനാവശ്യ ചെലവുകളാണ് പറയുന്നത്. ധനത്തിൻ്റെ വരവ് സൂചിപ്പിക്കുന്നുണ്ട്, പക്ഷേ പൈസ കയ്യിലേക്ക് വരുമ്പോഴേക്കും അത് ഏതിനെ പോകുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. അപ്പോൾ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക. ധനം വരുന്നതിന് സമ്പത്താക്കി മാറ്റാനായിക്കൊണ്ട് പറയുന്നു. സേവിങ്സ് വേണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. പഠിതാക്കൾക്ക് നല്ലൊരു സമയമാണ്. നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. പുതിയ ജോലി പ്രവേശിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പോൾ നല്ല ഇൻ്റർവ്യൂ ഒക്കെ പാസ്സാവാനും തീർച്ചയായിട്ടും നല്ല നല്ല ഓഫേഴ്സൊക്കെ നമ്മളെ തേടിയെത്തുമെന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. പെട്ടെന്നൊരു ദൂരദേശ യാത്രകളൊക്കെ വരാനുള്ള സാധ്യതകൾ ഈ മാസം കാണുന്നു. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. നമുക്കൊരു ആത്മവിശ്വാസം വീണ്ടെടുക്കാനായിക്കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ യാത്ര ചെയ്യുമ്പോൾ ചെറിയ അപകടങ്ങൾക്ക് സാധ്യത പറയുന്നുണ്ട്. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് പോകാതെ ക്ഷമയോടുകൂടി മുന്നോട്ട് പോകണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. മതപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ പോകുന്നുണ്ട ഒരു സമയമാണ്. കാരണം കണ്ടകശിലേക്ക് വർദ്ധിച്ച സമയമാണല്ലോ, അതല്പം ശ്രദ്ധിക്കുക. മെയിനായിട്ട് ദാമ്പത്യ ജീവിതം, ആരോഗ്യ കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് പ്രത്യേകിച്ച് കാണുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പാർട്ട്ണർഷിപ്പ് സംരംഭങ്ങളുണ്ടെങ്കിൽ അതൊന്ന് ഒഴിഞ്ഞു നിൽക്കണം. മ്യൂച്വൽ ഫണ്ട്സ് അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റ് മുതലായിട്ടുള്ള മേഖലകളിൽ നിക്ഷേപിക്കുന്നവർ സൂക്ഷിക്കണം. അത് നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നുള്ളത് പറയുന്നു. ജെന്യുവനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. അതുപോലെ തന്നെ അത്യാർഭാടങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനൊരു കരുതൽ നടപടിക്രമങ്ങൾ വേണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അല്ലാതെ നമുക്ക് ദൈവാനുഗ്രഹം ഉണ്ടാക്കിയെടുക്കുക. ശനി മാറ്റത്തെക്കുറിച്ച് വീഡിയോ ഒക്കെ ചെയ്തത് കാണുക. അതുപോലെ തന്നെ വർഷഫലത്തിൽ തീർച്ചയായിട്ടും ജോബ്, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വിശദാംശങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതുതന്നെ വിഷുഫലം വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊക്കെ ഇത് കാണുക. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെയാണ് നമ്മൾ കന്നിരാശിക്കാർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ വരുന്നതായിട്ടുള്ള ഗുണദോഷങ്ങൾ. ചിത്ര നക്ഷത്രത്തിൻ്റെ 2ാം പകുതിയും ചോതി വിശാഖത്തിൻ്റെ 3/4 ഭാഗവും അടങ്ങുന്ന തുലാക്കൂറുകാർക്ക് ഈ 2025 ഏപ്രിൽ മാസത്തിൽ ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ, മറ്റുള്ളവരുടെ ശത്രുതാപരമായിട്ടുള്ള പ്രവൃത്തികളിൽ നിന്നൊക്കെ ഒരു മാറ്റം വരികയാണ്. അപ്പോൾ നിലവിലുള്ള എന്തെങ്കിലും വിരോധങ്ങളോ പ്രശ്നങ്ങളോ അസൂയവഹമായിട്ട് നമുക്ക് എതിരെ പ്രവർത്തിച്ചതായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ മാറ്റം വരും. ശത്രുക്കൾക്ക് നാശം സംഭവിക്കും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ആരോഗ്യസ്ഥിതി വളരെയധികം നന്നാവാൻ സാധ്യതയുള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും. ചികിത്സകളൊക്കെ ഫലപ്രദമാക്കാനായിക്കൊണ്ട് സാധിക്കും. ഗുരുജനങ്ങൾക്ക് ചെറിയ മനക്ലേശങ്ങൾ കടന്നു പോകാം, അതല്പം ശ്രദ്ധിക്കുക. കണ്ണിന് എന്തെങ്കിലും ദീനം, ഉദര സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ, കഴുത്ത് ഭാഗങ്ങളിലേക്ക് ENTയുടെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ, അതൊക്കെ സൂക്ഷിക്കണമെന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ഉയർച്ചയുള്ള ഒരു മാസമായിട്ട് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. വരുമാനങ്ങളൊക്കെ വർദ്ധിക്കും. ബിസിനസ് മേഖലയൊക്കെ വളരെയധികം ശോഭിക്കാൻ സാധ്യത കാണുന്നു. നമുക്ക് കുറച്ചു കാലങ്ങളായിട്ട് മുടങ്ങി നിന്ന സാമ്പത്തികപരമായിട്ട് കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടാക്കടങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ഇതൊക്കെ നമുക്ക് തിരിച്ച് ലഭിക്കാനുള്ള സാധ്യതകൾ ഈ മാസം പറയുന്നുണ്ട്. സന്താന ക്ലേശങ്ങൾ നേരിട്ടവർക്ക് തീർച്ചയായിട്ടും സന്താനപ്രീതികരമായിട്ടുള്ള ഒരു മാസമായിട്ട് കാണുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ട്
പഠിക്കുന്നവർക്കൊക്കെ പഠിതാക്കൾക്കൊക്കെ നല്ല ഒരു മാസമാണ്. നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന മാസമാണ്. അതേപോലെ ഈ പഠനങ്ങളൊക്കെ കഴിഞ്ഞ് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല നമുക്ക് ഇൻ്റർവ്യൂകളൊക്കെ വരാനും നല്ല ഓഫേഴ്സൊക്കെ വരാനും അതൊക്കെ നല്ലൊരു പ്ലേസ്മെൻറ്റ് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവാനൊക്കെ സാധ്യത പ്രത്യേകിച്ച് കാണുന്നുണ്ട്. നല്ലവണ്ണം പ്രാർത്ഥന ചെയ്യണം. ഈ സമയത്ത് തടസ്സങ്ങൾക്ക് തീരാനായിക്കൊണ്ട് ഗണപതിയെ നല്ലവണ്ണം പ്രാർത്ഥിക്കുക. മഹാവിഷ്ണുവചനം നല്ലവണ്ണം ചെയ്യുക. അവരവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ മനസ്സ് ശ്രദ്ധ പതിപ്പിച്ച് തീർച്ചയായിട്ടും വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന പക്ഷം എല്ലാം നമുക്ക് കൈകൂടി വരും എന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. കുടുംബത്തിലെ അശാന്തികൾ മാറിക്കിട്ടും. അതുപോലെ തന്നെ ദാമ്പത്യ സൗഖ്യം ഈ മാസം പറയുന്നുണ്ട്. വിവാഹ മംഗളകർമ്മം നടക്കാത്തവർക്ക് തീർച്ചയായിട്ടും വിവാഹ പ്രാപ്തിയുള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത്. നല്ല വിവാഹാലോചനകൾ വന്നു ചേരാനും വിവാഹങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകൾ കാണുന്നു. ഈ നേരത്തെയുള്ള അകന്നുപോയതായിട്ടുള്ള എന്തെങ്കിലും സുഹൃത്ത് ബന്ധങ്ങളോ മറ്റെന്തെങ്കിലും നമുക്ക് റിലേറ്റീവ്സോ അല്ലെങ്കിൽ മറ്റൊന്ന് റിലേഷൻഷിപ്പോ ഒക്കെ ഉള്ളവർ തീർച്ചയായിട്ടും അതൊന്ന് റീയൂണിയന് സാധ്യത ഈ സമയത്ത് പറയുന്നു. എല്ലാവരും നമ്മളിലേക്ക് വന്ന് ചേരാനുള്ള സാധ്യതകൾ പറയുന്നുണ്ട്. അത് ശത്രുക്കളിൽ നിന്നുള്ളതായിട്ട് ഉപദ്രവങ്ങളൊക്കെ തീർച്ചയായിട്ടും മാറിക്കിട്ടും എന്ന് കാണുന്നുണ്ട്. ദൂരദേശ യാത്രകൾക്ക് ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായിട്ടുള്ള സമയമാണ്. പെട്ടെന്നൊരു യാത്രയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ല യാത്രകൾ തീർച്ചയായിട്ടും പുറപ്പെടാം. ആത്മീയപരമായിട്ട് യാത്രകളും ആവാം. ചിലർ ടൂർ പ്രോഗ്രാമൊക്കെ ആവാം. ഇതൊക്കെ വരാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് കാണുന്നുണ്ട്. അനാവശ്യ ചിന്തകളൊക്കെ ഒഴിവാക്കി ആത്മീയപരമായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന വർഷം തീർച്ചയായിട്ടും ഈ മാസം വളരെ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ നമ്മളെ തേടിയെത്തുമെന്നാണ് തുലാക്കൂറുകാർക്ക് ലഭിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ. അപ്പോൾ നമ്മൾ ശനിമാറ്റത്തെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുള്ളത് കാണുക. വർഷഫലം എന്നുള്ള വീഡിയോ കൂടുതൽ വിശദാംശങ്ങൾ കർമ്മപരമായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. വിഷഫലം വീഡിയോ ഓൾറെഡി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആവശ്യമുള്ളവരെല്ലാം ചാനൽ മെയിൻ പേജിൽ കയറി കാണാവുന്നതാണ്. വിശാഖത്തിന്റെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങുന്ന വൃശ്ചികൻ രാശിക്കാർക്ക് ഈ 2025 ഏപ്രിൽ മാസത്തിലുണ്ടാവുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കുമ്പോൾ വാദപ്രതിവാദങ്ങളിൽ നിന്നും അപവാദങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടാനുള്ള ഒരു മാസമായിരിക്കുമെന്ന് കാണുന്നു. പല വീണ്ടും വിചാരങ്ങളും നമ്മളിലേക്ക് കടന്നു വരാം. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ കാലത്ത് സംഭവിച്ചതായിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് മാറ്റിമറിക്കാനായിക്കൊണ്ടുള്ള ഇങ്ങനെയല്ല നമുക്ക് പോകേണ്ടത് എന്നുള്ളതായിട്ടുള്ള ഒരു അവയർനെസ് നമ്മളിലേക്ക് വരാം. ഒരു നല്ല പോസിറ്റീവായിട്ട് ചിന്തകൾ വരാം. ഒരു അരക്ഷിതാവസ്ഥയിൽ നിന്ന് നമ്മൾ മാറ്റം വരികയാണ്. അല്ലെങ്കിൽ കുറച്ചു കാലങ്ങളായിട്ട് വളരെയധികം ഒരു ബന്ധനാവസ്ഥ ഫീൽ ചെയ്തത് നമുക്കൊന്നും നടക്കുന്നില്ല, അതല്ലെങ്കിൽ വിചാരിച്ച കാര്യങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങൾ, പിന്നെ ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾ, ബന്ധുവർഗ്ഗങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സഹായികളിൽ നിന്നും നമുക്ക് സപ്പോർട്ടില്ലായ്മ, ഈ ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് മാറിക്കിട്ടുകയാണ്. കാരണം ആ ശനിയുടെ ഒരു മാറ്റം, കണ്ടകശനിയുടെ ഒരു മാറ്റം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശനി നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടൊരു സ്ഥലത്തേക്കാണ് സഞ്ചരിക്കുന്നത്. ഇനിയുള്ള കാലഘട്ടം നമുക്ക് ശനിദോഷങ്ങളൊന്നും അധികം ബാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു സമാധാനാന്തരീക്ഷം ഉണ്ടാവും എന്നത് പ്രത്യേകിച്ച് പറയുന്നു. അപ്പോൾ കഴിഞ്ഞ കാലത്തെ നമുക്ക് റിയലൈസ് ചെയ്യാനും പുതിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാനും നല്ല ഒരു മാറ്റത്തിനും നല്ല പ്രതീക്ഷകൾ അർപ്പിച്ച് മുന്നോട്ട് പോകാനും പറ്റുന്ന ഒരു സമയമായിട്ട് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ പ്രവൃത്തി മണ്ഡലത്തിലും കാണാം, സാമ്പത്തികപരമായിട്ട് കാര്യങ്ങളിലും കാണാം, ആരോഗ്യം മനസ്സ് കാര്യങ്ങളിലും കുടുംബ അന്തരീക്ഷത്തിലും ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് കാണുന്നു. എല്ലാവരും നമ്മൾ കോംപ്രമൈസ് ചെയ്ത് പോകാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയും തർക്കത്തിന് കൂട്ടത്തിന് നിൽക്കരുത്. എല്ലാവരുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് ഒരു സഹകരണ മനോഭാവം ഉണ്ടാക്കി മുന്നോട്ട് പോകാനെ കൊണ്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും എന്നാണ് പ്രത്യേകിച്ച് പറയുന്നത്. പഠിതാക്കൾക്ക് തീർച്ചയായിട്ടും നല്ല ഇൻ്റർവ്യൂകളൊക്കെ പാസ്സാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. നല്ല ജോലി പ്രവേശിക്കാനുള്ളതായിട്ടുള്ള സാധ്യത കാണുന്നു. ഗവൺമെൻറ് പരമായിട്ട് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കുന്നവർ തീർച്ചയായിട്ടും നല്ല സമയമാണ്. ഇതുവരെയുള്ള എന്തെങ്കിലും അരീഴ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വന്നു ചേരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതേപോലെ മനസ്സിലുള്ളതായിട്ട് അശാന്തികളൊക്കെ ഒന്ന് മാറും. പുതിയ കാര്യങ്ങൾ, പുതിയ സാഹചര്യങ്ങൾ, പുതിയ പ്ലാനുകൾ ഇതൊക്കെ നടപ്പിലാക്കാനെ കൊണ്ട് സാധിക്കും എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഈ സ്ഥലപരമായിട്ടോ ഗൃഹപരമായിട്ടോ എന്തെങ്കിലുമൊക്കെ മനക്ലേശങ്ങൾ ഉണ്ടായിരുന്നവർ, അപ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ സാധ്യത കാണും. അവിടേക്ക് നമുക്ക് പ്രശ്ന പരിഹാരത്തിന് സാധ്യത പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഭൂമി തർക്കങ്ങൾ വന്നതൊക്കെ ഒന്ന് പരിഹരിക്കപ്പെടും. നിയമപ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാവേണ്ട ഒരു സമയമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടവർക്ക് തീർച്ചയായിട്ടും അതൊന്ന് മാറിക്കിട്ടും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ആരോഗ്യസ്ഥയൊക്കെ വീണ്ടെടുക്കാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ കുറേ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ നമുക്ക് സഹായ രൂപത്തിൽ നിന്നിട്ടുണ്ട് എങ്കിലും അതൊന്നും നമുക്ക് ശരിയല്ല, കുറച്ച് പേര് മാത്രമേ നമുക്ക് നല്ലത് പറയാനുണ്ടാവുള്ളൂ എന്നുള്ളതായിട്ടുള്ളൊരു തിരിച്ചറിവ് നമ്മളിലേക്ക് വരും. അപ്പോൾ അത് മുഖാന്തരം ഉണ്ടാവുന്ന ചില മാറ്റങ്ങൾക്കൊക്കെ നമ്മൾ തയ്യാറാവും. അത് തീർച്ചയായിട്ടും നല്ല പോസിറ്റീവായിട്ട് ചിന്തകൾ വരുത്തുക, ദൈവാനുഗ്രഹം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്.
കൃഷി നാൽക്കാലികളായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നഷ്ടങ്ങളോ പരാജയങ്ങളൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും വരും കാലഘട്ടത്തിൽ അത്തരം മാറ്റങ്ങളൊക്കെ വരും. ബിസിനസ് മേഖലയിൽ നല്ല ഉണർവുണ്ടാവാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് പറയുന്നു. സാംസ്കാരിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു മാസമായിരിക്കും ഈ മാസം. അതേപോലെ രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത സ്ഥാനലബ്ധി, കാര്യവിജയങ്ങൾ ഇതൊക്കെ പറയുന്നുണ്ട്. അതുപോലെ പുതിയ ഉദ്യോഗത്തിൽ പ്രവേശിക്കാനും സ്ഥാനമാനങ്ങളൊക്കെ നമ്മൾ തേടിയെത്താനും സാധ്യതയുണ്ട്. അതുപോലെ ആരോഗ്യസ്ഥിതി കാര്യങ്ങളൊക്കെ വീണ്ടെടുക്കും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ചില വ്യക്തികൾക്ക് പെട്ടെന്നുള്ള ഒരു പ്രശസ്തി അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ചില സ്ഥാനമാനങ്ങളൊക്കെ ഉടനെ തേടിയെത്തും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ എല്ലാത്തിനും നമ്മൾ ദൈവാനുഗ്രഹം ഉണ്ടാക്കിയെടുക്കുക. ഈ ശനിദോഷ പരിഹാരങ്ങൾ നമ്മൾ ചെയ്യുക. ശനിയായ മാറ്റത്തെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് കാണുക. വർഷഫലം എന്നുള്ള വീഡിയോയിൽ നമ്മൾ കൂടുതൽ വിശദാംശങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്, അതും കാണുക. അതേപോലെ വിഷുഫലം വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർ തീർച്ചയായിട്ടും ചാനൽ പേജ് കയറി കാണാവുന്നതാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെയാണ് വൃശ്ചികൻ രാശിക്കാർക്ക് ഈ മാസം കടന്നു പോകുന്ന ഗുണദോഷങ്ങൾ. മൂലവും പൂരാടും ഉത്രാടത്തിന്റെ കാൽഭാഗവും അടങ്ങുന്ന ധനുരാശിക്കാർക്ക് ഈ 2025 ഏപ്രിൽ മാസത്തിലുണ്ടാവുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കും എന്നാണ് പറയുന്നത്. കഴിഞ്ഞ കാലത്ത് എന്തെങ്കിലും പെട്ടെന്നുള്ള മനക്ലേശങ്ങളോ അപകടങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതുപോലെ നമുക്ക് ദൈവാനുഗ്രഹമുള്ള ഒരു മാസമായിട്ട് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. ആത്മവിശ്വാസം വർദ്ധിക്കും. പ്രവൃത്തി മണ്ഡലത്തിൽ കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. ജോലിയിലൊക്കെ ഉണ്ടായിരുന്നതായിട്ട് തടസ്സങ്ങളും അശാന്തികളും ഒന്ന് മാറിക്കിട്ടുകയാണ് ഈ മാസം. അതേപോലെ എല്ലാത്തിനും ഒരു ക്ലാരിറ്റി നമുക്ക് ലഭിക്കും. അനാവശ്യ ചിന്തകൾ ഒഴിവാക്കാനായിട്ട് പ്രത്യേകിച്ച് പറയുന്നു. അതുപോലെ എന്തിനും നമുക്കൊരു ദൈവാനുഗ്രഹം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സമയമാണ്. കുടുംബാന്തരീക്ഷത്തിലുള്ളതായിട്ട് അസ്വസ്ഥതകളൊക്കെ ഒന്ന് മാറിക്കിട്ടും. സാമ്പത്തികപരമായിട്ട് ഉയർച്ച ഈ മാസം കാണുന്നുണ്ട്. പക്ഷേ ചെലവുകളും തക്കതായിട്ടുണ്ടാവും എന്ന് പറയുന്നു. അപ്പോൾ വരുമാനം നമുക്ക് അതിലേക്ക് വരുമ്പോഴേക്കും ചെലവ് ചെയ്യാനുള്ള പല കാര്യങ്ങളും നമുക്ക് മുമ്പിലുണ്ടാവും. നമ്മൾ ആ ചെലവ് ചെയ്യുന്ന കാര്യം നമുക്കൊരു വസ്തു വാങ്ങിക്കുകയാണെങ്കിൽ അതിപ്പോൾ നമുക്ക് ആവശ്യമുള്ളതാണോ എന്ന് 2 വട്ടം ആലോചിച്ചുകൊണ്ട് തന്നെ അതിലേക്ക് ധനം ചെലവഴിക്കണോ വേണ്ടയോ എന്നുള്ളത് നല്ലവണ്ണം പരിശോധിച്ച് നമ്മൾ ചെയ്യുന്നത് നന്നായിരിക്കും. എല്ലാവരും ബഡ്ജറ്റിൽ ഒതുങ്ങി ചെയ്ത് മുന്നോട്ട് പോകണം. കണ്ടകശിയുടെ ഒരു വരവ് ഉണ്ടായിട്ടുണ്ട്. ചിലവർക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഗുരുജനങ്ങൾക്ക് ചെറിയ അരിഷ്ടതകളോ, മാതാവിന് എന്തെങ്കിലും, അമ്മയ്ക്ക് നമ്മുടെ സ്ഥാനത്തുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടാൻ സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. ചിലർക്ക് സ്ഥലം മാറ്റമാവാം, ചിലർക്ക് ഗൃഹം മാറ്റമാവാം. നിലവിൽ താമസിക്കുന്ന സ്ഥലത്തിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതേപോലെ പ്രവൃത്തി മണ്ഡലത്തിനും നല്ല മാറ്റങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സമയമാണ്. നിലവിൽ എന്തെങ്കിലും ഭൂമി സംബന്ധിക്കുന്ന കാര്യങ്ങൾ, തർക്കങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ മാസം പരിഹരിക്കാൻ സാധിക്കുമെന്ന് പ്രത്യേകിച്ച് കാണുന്നു. വ്യവഹാരങ്ങളോ മറ്റു നടപടികളൊക്കെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എല്ലാവരുടെയും കോംപ്രമൈസ് ചെയ്തു പോകാനായിട്ട് പറയുന്നു. ഒരു മീഡിയേഷനൊക്കെ ശ്രമിക്കുന്നത് നന്നായിരിക്കും പ്രശ്നപരിഹാരത്തിന്. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നത് നന്നായിരിക്കും. എല്ലാം റീയൂണിയനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. വിവാഹമംഗളകർമ്മങ്ങൾ നടക്കാത്തവർക്ക് തീർച്ചയായിട്ടും നല്ല വിവാഹ ജീവിതം, നല്ല ദാമ്പത്യ ജീവിതം വന്നു ചേരുമെന്ന് പ്രത്യേകിച്ച് കാണുന്നു. വിദ്യാർത്ഥികൾക്ക് നല്ലൊരു സമയമാണ്. പഠിതാക്കൾക്ക് പഠിപ്പെല്ലാം കഴിഞ്ഞ് ഇരിക്കുന്നതായിട്ട് വ്യക്തികൾ ജോലി കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് പെട്ടെന്നൊരു ദൂരയാത്രയും മറ്റു കാര്യങ്ങളും ഈ സമയത്ത് വരാം. പുതിയ ജോലി പ്രവേശിക്കാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. എന്തായാലും സ്ഥലമൊക്കെ മാറി ദൂരെ പോകേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളാണ്. പെട്ടെന്നൊരു ദൂരദേശ യാത്രകൾ, വിദേശയാത്രകളൊക്കെ പ്രതീക്ഷിക്കാം എന്നാണ് ഈ മാസം കാണുന്നത്. ദൂരെയുള്ള വ്യക്തികളിൽ നിന്നും എന്തെങ്കിലും നമുക്കൊരു സപ്പോർട്ടുകൾ, സുഹൃത്തുക്കളാവാം, ബന്ധുക്കളാവാം, അത് മുഖാന്തരം എന്തെങ്കിലും ഒരു സഹായം നമുക്ക് ഈ മാസം ലഭിക്കാൻ സാധ്യത പ്രത്യേകിച്ച് പറയുന്നുണ്ട്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ അല്പം ഒന്ന് ശ്രദ്ധിക്കുക. അനാവശ്യ വാദപ്രതിവാദങ്ങൾ എല്ലാവരുടെയും ഒഴിവാക്കുക. തർക്കങ്ങളോ കൂട്ടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇത്തിരി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാവരുടെയും കോംപ്രമൈസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വലിയ വാശി കാണിക്കാതെ ഈഗോയിസ്റ്റിക്കായിട്ട് മുന്നോട്ട് പോവാതെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പറയുന്നത്. തക്കതായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോകുന്നത് നന്നായിരിക്കും. ശനിമാറ്റത്തെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർ കാണുക. അതുപോലെ തന്നെ വർഷഫലം എന്നുള്ള വീഡിയോയിൽ കൂടുതൽ വിശദാംശങ്ങൾ ധനുരാശിക്കാർക്ക് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്, അതും കാണുക. അപ്പോൾ വിഷുഫലത്തെക്കുറിച്ച് സമ്പൂർണ്ണ വിഷുഫലം വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അതും തീർച്ചയായിട്ടും എല്ലാവരും കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെയാണ് നമുക്ക് ഈ മാസം ധനുരാശിക്കാർക്ക് കടന്നു പോകുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഉത്രാടത്തിന് മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യ പകുതിയും അടങ്ങുന്ന മകരക്കൂറുകാർക്ക് ഈ 2025 ഏപ്രിൽ മാസത്തിലുണ്ടാവുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ വലിയ ഒരു അശാന്തികൾ മാറിക്കിട്ടുകയാണ്. വലിയൊരു കാലക്കേട് നമുക്ക് തീർന്നു പോയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു മാറ്റം നമുക്ക് ജയഫിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. നല്ലതിനെ വരവേൽക്കാനായിക്കൊണ്ട് മനസ്സും കണ്ണും കാതും നമുക്ക് തുറന്നു വയ്ക്കാനായിക്കൊണ്ട് പ്രത്യേകിച്ച് പറയുന്നു. നഷ്ടപ്പെട്ടതായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് തിരിച്ചെടുക്കാനായിക്കൊണ്ട് സാധിക്കും. മനസ്സിന് സന്തോഷമുണ്ടാവുന്ന പല കാര്യങ്ങളും നമുക്ക് വന്നു ചേരാനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നു. ഒരു നല്ല ദൈവാനുഗ്രഹമുള്ള ഒരു മാസമാണ്. ഒരു ലീഡർഷിപ്പ് വരുന്നുണ്ട്. ഒരു ഗ്രൂപ്പുമായിട്ട് പ്രവർത്തിക്കുക,
അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓർഗനൈസേഷൻ, കമ്മ്യൂണൽ ഓർഗനൈസേഷനോ മറ്റെന്തെങ്കിലും രാഷ്ട്രീയം അല്ലെങ്കിൽ സാംസ്കാരിക മേഖലയായിട്ട് ബന്ധപ്പെട്ട ചില ഒരു ലീഡർഷിപ്പ് പറയുന്നുണ്ട്. അത് നമ്മളെ തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട്. അത് അംഗീകാരമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കി അതിന് നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. അതിലൂടെ ലീഡ് ചെയ്യാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് പറയുന്നു. ക്രമേണ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ പടിപടിയായിട്ട് ഉയർന്ന് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങളും പ്രത്യേകിച്ച് കാണുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് നമുക്ക് സാമ്പത്തിക സ്ഥിതി കാര്യങ്ങളൊക്കെ മെച്ചപ്പെടും. കുറച്ച് ചാരിറ്റികൾ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അന്നദാനം, വസ്ത്രദാനം കാര്യങ്ങൾ, അതുപോലെ തന്നെ അശരണർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സഹായ സഹകരണങ്ങളൊക്കെ ചെയ്യുന്നത്, വിദ്യാഭ്യാസത്തിന് എന്തെങ്കിലും സഹായിക്കുന്നത്, കുട്ടികൾക്ക് എന്തെങ്കിലും ദാനധർമ്മങ്ങളൊക്കെ നടത്തുന്നത്, ഇതൊക്കെ വളരെ സപ്പോർട്ടീവായിട്ട് വരും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ വിദ്യാഭ്യാസപരമായിട്ട് നല്ല ഒരു അഭിവൃദ്ധിയുള്ള സമയമാണ്. പഠനങ്ങൾക്ക് തീർച്ചയായിട്ടും പൂർത്തീകരിക്കാനും അല്ലെങ്കിൽ വിജയം കൈവരിക്കാനെ കൊണ്ട് സാധിക്കും. പഠിപ്പ് കഴിഞ്ഞുള്ളവർക്ക് പെട്ടെന്നുള്ള ജോലി കാര്യങ്ങളൊക്കെ ശരിയാവുമെന്നാണ് പറയുന്നത്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന ഒരു മാസമാണ്. ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നന്നാവും. ഒരു യാത്ര, പെട്ടെന്നുള്ള ഒരു യാത്ര ഈ ശനിമാറ്റം കൊണ്ടൊക്കെ ഉണ്ടാവുമെന്ന് പറ്റി പറയും. വിദേശങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പെട്ടെന്ന് ഈ മാസം ജോലിയൊക്കെ ശരിയാവും. അതുപോലെ തന്നെ ബിസിനസ് പരമായിട്ട് എന്തെങ്കിലും യാത്രകളോ മറ്റെന്തെങ്കിലും ജോലിപരമായിട്ടുള്ള എന്തെങ്കിലും യാത്രകളൊക്കെ ഈ മാസം വേണ്ടി വരുമെന്നാണ് കാണുന്നത്. കൂടുതലായിട്ട് വിദേശങ്ങളായിട്ട് ബന്ധപ്പെട്ട യാത്രകൾക്കാണ് സാധ്യതയും കാണുന്നത്. അപ്പോൾ അതിനൊക്കെ നമ്മൾ തയ്യാറാവുക, ഭഗവത് പ്രീതി നല്ലവണ്ണം വരുത്തുക, ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകണം. അതേപോലെ കഴിഞ്ഞ കാലത്തുള്ളതായിട്ട് അശാന്തികളൊക്കെ മാറുന്ന ഒരു സമയമായതുകൊണ്ട് പുതിയ കാര്യങ്ങളെ, പുതിയ പ്ലാനുകൾ, പുതിയ സാഹചര്യങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്ന് പറയുന്നു. എവിടെയും നമ്മൾ സ്ട്രക്കായിട്ട് നിൽക്കരുത്. അതുപോലെ തന്നെ നമുക്കൊരു ഉന്മേഷം, ഉത്സാഹങ്ങൾക്ക് വർദ്ധിക്കുന്ന ഒരു സമയമാണ്. അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും എന്നും പ്രത്യേകിച്ച് കാണുന്നുണ്ട്. വിവാഹ മംഗളകർമ്മങ്ങൾക്ക് വൈകിയവർക്ക് തീർച്ചയായിട്ടും വിവാഹ കാര്യങ്ങൾ വന്നു ചേരാൻ സാധ്യത കാണുന്നു. എന്തെങ്കിലും ഗൃഹം, സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അത് ഈ മാസം നടക്കുന്ന കാണുന്നത്. എന്തെങ്കിലും വസ്തുവൊക്കെ തിരിച്ചെടുക്കാൻ കടബാധ്യതകളുള്ളവർ തീർച്ചയായിട്ടും കടങ്ങളൊക്കെ തീരാനുള്ള മാർഗങ്ങൾ നമുക്ക് തെളിയും. എന്തെങ്കിലും ക്രയവിക്രയങ്ങളൊക്കെ നടത്തി നമുക്ക് കടങ്ങളൊക്കെ തീർത്ത് നമുക്ക് വസ്തുക്കളൊക്കെ തിരിച്ചെടുക്കാനുള്ള സാധ്യത ഈ സമയത്ത് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതേപോലെ നല്ല ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കൾ, നല്ല പാർട്ട്ണർഷിപ്പ് സംരംഭങ്ങളാവാം. കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു നല്ല ഒരു മാസമാണ്. എല്ലാം നമുക്ക് വിജയപ്രദമായിട്ട് വരും എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നല്ലൊരു മാറ്റമാണ്. ശനിമാറ്റത്തെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണുക. വർഷഫലം എന്നുള്ള വീഡിയോ കൂടുതൽ വിശദാംശങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്, അതും വരും കാലത്ത് കാണാം. അതേപോലെ ഈ വിഷുഫലം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിലും കുറേ വിശദാംശങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ തീർച്ചയായും അതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരം വിവരങ്ങളൊക്കെയാണ് ഈ മാസം മകരക്കൂറുകാർക്ക് കടന്നു പോകുന്നതായിട്ടുള്ള വിഷയങ്ങൾ. അവിട്ടത്തിന്റെ രണ്ടാം പകുതിയും ചതയും പൂരുരുട്ടാതി മുക്കാൽ ഭാഗവും അടങ്ങുന്ന കുംഭൻ രാശിക്കാർക്ക് 2025 ഏപ്രിൽ മാസം ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ കാലത്തുള്ള അശാന്തികളൊക്കെ ഒന്ന് മാറി കിട്ടുകയാണ്. ആരോഗ്യസ്ഥിതി മെയിനായിട്ട് നമുക്ക് വീണ്ടെടുക്കും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. തടസ്സങ്ങളൊക്കെ ഒരുവിധം തീർന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പയ്യെ ആത്മവിശ്വാസം വർദ്ധിക്കും. ചെയ്യുന്ന പ്രവൃത്തികൾക്ക് തീർച്ചയായിട്ടും നല്ല വിജയം കൈവരിക്കാനെ കൊണ്ട് സാധിക്കും. ഈ സമയത്ത് നല്ല സാമ്പത്തികപരമായിട്ട് നമുക്ക് കുറേ കാലങ്ങളായിട്ട് മുടങ്ങിയിട്ടുള്ള എന്തെങ്കിലും കാര്യം പെട്ടെന്ന് നമ്മൾ കയ്യിലേക്ക് വരുമെന്ന് പറയുന്നുണ്ട്. അതെന്തെങ്കിലും ചിലപ്പോൾ മുമ്പ് എന്തെങ്കിലും നിക്ഷേപം ചെയ്തതൊക്കെ അതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടലാവാം. അതിൻ്റെതായിട്ടുള്ള മെച്യൂരിറ്റി ആയതുകൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടലാവാം. അതല്ലെങ്കിൽ ക്രയവിക്രയം നടത്തി നമുക്ക് അധികം ധനം നമ്മുടെ കയ്യിലേക്ക് വരലാവാം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമുക്ക് കിട്ടാനായി കൊണ്ടുവന്ന അരീഴ്സുകളൊക്കെ നമുക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു ധനം കയ്യിൽ വരാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നുണ്ട്. പക്ഷെ അതിന് നല്ല രീതിയിൽ ചിലവാക്കണം. അനാവശ്യ ചിലവുകളും വരാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് പറയുന്നു. അതേപോലെ ഈ പൂർവ്വ സ്വത്ത് സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ തർക്കങ്ങൾ വരാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതിന് തീരുമാനം ഉണ്ടാക്കിയെടുക്കേണ്ട സാഹചര്യങ്ങളും അതിൻ്റെ വർത്തമാനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല മീഡിയേഷൻ മുഖാന്തരം അതൊക്കെ തീർക്കാനായിക്കൊണ്ട് പ്രത്യേകിച്ച് പറയുന്നു. മറ്റ് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ചെയ്യുന്ന നല്ല പാർട്ട്ണർഷിപ്പ് സംരംഭങ്ങൾ നമുക്ക് വിജയപ്രദമായിട്ട് വരില്ല എന്ന് പറയുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക. ബിസിനസ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും അത് കറണ്ട് അക്കൗണ്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഇടയ്ക്ക് ഈ സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച താഴ്ചകൾ വരുന്നത് കൊണ്ട് അതിൻ്റെ വേരിയേഷൻ ബിസിനസ്സിനെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. അതല്പം ശ്രദ്ധിച്ചു പോകണം എന്ന് പറയുന്നു. മറ്റെന്തെങ്കിലും മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് മുതലായിട്ടുള്ള മേഖലയിൽ ഇപ്പോൾ നിക്ഷേപം അധികം നല്ലതല്ല. ചെറിയ തോതിലൊക്കെ ചെയ്തു പോകുന്നത് നന്നായിരിക്കും. നഷ്ടപ്പെടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. വർഷഫലം വീഡിയോ നമ്മൾ കൂടുതൽ വിശദാംശങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ബിസിനസ് കറിയിൽ റിലേറ്റഡായിട്ടുള്ള വീഡിയോ വരും, അത് കാണുക. അതേപോലെ ഇപ്പോൾ ശനിമാറ്റത്തെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജന്മശനി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണല്ലോ, അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് കാണാം. അത് സമ്പൂർണ്ണ വിഷുഫലം വീഡിയോ ചെയ്തിട്ടുണ്ട്, അതും കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. അതൊരു കുടുംബത്തിൽ
ഉള്ള അശാന്തി ഒന്ന് മാറിക്കിട്ടും. ദാമ്പത്യ സൗഖ്യം പറയുന്നു. സന്താന പ്രാപ്തി ഉണ്ടാവും. സന്താനങ്ങളെക്കുറിച്ച് ആലോചിച്ചൊരു ടെൻഷനും ആവലാതിയൊക്കെ ഉണ്ടായിരുന്നവർ തീർച്ചയായിട്ടും അതൊന്നും മാറിക്കിട്ടും എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈ വിവാഹ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാത്തവർക്ക് തീർച്ചയായിട്ടും ഈ മാസം നല്ല വിവാഹാലോചനകൾ വന്ന് ചേരാനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നു. വിദ്യാഭ്യാസപരമായിട്ട് നല്ല ഉന്നതിയുള്ള സമയമാണ്. പഠിതാക്കൾക്ക് തീർച്ചയായിട്ടും നല്ല കാര്യങ്ങൾ വിജയപ്രദമായിട്ട് വരും എന്നാണ് കാണുന്നത്. ഈ പുതിയ ജോലിയൊക്കെ ശ്രമിക്കുന്നവർ തീർച്ചയായിട്ടും അത് നടക്കും. അതുപോലെ മറ്റെന്തെങ്കിലും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെയായിട്ട് ബന്ധപ്പെട്ട മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള സമയമാണ്. അതേപോലെ ദൈവാനുഗ്രഹം, ഇതിന് നമുക്കൊരു ദൈവാനുഗ്രഹമുണ്ട്. കാലദോഷങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ട് പ്രത്യേകിച്ച് പറയും. അപ്പോൾ പുതിയ പ്ലാനുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാം. അതുപോലെ ചില വ്യക്തികൾക്ക് ഈ ഗൃഹം മുതലായിട്ട് കാര്യങ്ങളൊക്കെ ഒരു മൂട് പിടിപ്പിക്കലോ അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങിക്കലാവാം, വാഹനങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കലാവാം. അത്തരം എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടികൾ മാസം കൈവശം വരും എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പം അതിലേക്ക് കുറച്ചധികം ധനം ചെലവഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. പ്രോപ്പർട്ടികൾ വാങ്ങിച്ചെടുത്തതിനെ കൊണ്ട് കുഴപ്പമില്ല. കാരണം നഷ്ടം കയ്യിൽ നമുക്ക് ധനമായിട്ട് തന്നെ വെക്കാതെ ധനം വരുന്നതിനെ പ്രോപ്പർട്ടിയാക്കിയിട്ട് മാറ്റുന്നത് നല്ലതാണ് എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും നല്ല അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നു. എല്ലാത്തിനും ഒരു ഡിലേ ഉണ്ടാവും. അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ച് പതുക്കെ പോകാനായിട്ട് ശ്രമിക്കുക. കൂടെ നല്ല പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ ചെയ്യുക. നല്ലവണ്ണം കുടുംബ പരദേവതയെ ആരാധിക്കുക, പിതൃക്കളെ സ്മരിക്കുക. അതേപോലെ കാലദോഷ നിവൃത്തിക്കുള്ള പരിഹാരങ്ങൾ, ശനിദോഷ പരിഹാരങ്ങൾ നമ്മൾ ചെയ്തു പോകുന്നത് നന്നായിരിക്കും. എന്തെങ്കിലും ഈ കാലദോഷങ്ങളെ മറികടക്കാനും പ്രത്യേകിച്ച് നമുക്ക് പുണ്യാംശം വർദ്ധിപ്പിക്കാനുമായിട്ടും ചാരിറ്റികളൊക്കെ ധാരാളം സമയത്ത് ചെയ്യാനായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആവുന്നത്ര നമ്മൾ ചാരിറ്റികളൊക്കെ ചെയ്യാനായിക്കൊണ്ട് ശ്രമിക്കുക. വാക്കുകൾക്കൊക്കെ ഒരു മതിപ്പ് ലഭിക്കുന്ന സമയമായിട്ട് പറയുന്നു. ഐശ്വര്യങ്ങളും പ്രതാപങ്ങളും വർദ്ധിക്കുന്ന ഒരു സമയമായിട്ടാണ് ഈ സമയത്ത് പറയുന്നത്. ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും ഈ വസ്തുക്കളൊക്കെ നഷ്ടപ്പെടുക, ഈ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ കയ്യിൽ വെച്ച് പോകുന്നതോ ഒക്കെ ഇത്തിരി ശ്രദ്ധിക്കാനുണ്ട്. വാഹനയാത്രയൊക്കെ ചെയ്യുന്നവരൊക്കെ ഇത്തിരി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ദൂരദേശ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ അല്പം ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതുപോലെ മറ്റുള്ളവരുടെ അസൂയാവഹമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വരാനുള്ള സാധ്യത പറയുന്നു. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ വല്ലാതെ സാഹസികതയൊന്നും കാണിക്കാതിരിക്കുക. മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് എന്തുണ്ട് എന്നുള്ളത് പ്രകടിപ്പിക്കാതിരിക്കുക. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള അസൂയാവഹമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് പറയുന്നത്. അതൊക്കെ അല്പം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്നൊക്കെ പ്രത്യേകിച്ച് സമയത്ത് സൂചിപ്പിക്കും. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെയാണ് കുംഭൻ രാശിക്കാർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ ലഭിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ. പൂരോരുട്ടാതി നക്ഷത്രത്തിൽ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന മീനക്കൂറുകാർക്ക് ഈ 2025 ഏപ്രിൽ മാസത്തിൽ ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ സർവ്വകാര്യങ്ങളിലും വിജയം വരുന്ന ഒരു മാസമാണ്. സാമ്പത്തികപരമായിട്ട് നല്ല ഉയർച്ചയുള്ള ഒരു മാസമായിരിക്കും. പ്രതീക്ഷിക്കാത്ത പല നല്ല കാര്യങ്ങൾ ഈ മാസം നമ്മളിലേക്ക് വന്നു ചേരുമെന്ന് പറയുന്നു. നമ്മുടേതായിട്ടുള്ള പ്രവൃത്തി മണ്ഡലത്തിൽ നമ്മൾ ചെയ്ത പ്രവൃത്തികൾ അംഗീകരിക്കുന്ന ഒരു സമയമാണ്. പെട്ടെന്ന് ഒരു നല്ല പേര്, പ്രശസ്തി, അംഗീകാരങ്ങൾ, ഗവൺമെന്റ് തലത്തിലായിട്ടുള്ള അംഗീകാരങ്ങൾ, ചിലവർക്ക് പെട്ടെന്നുള്ളൊരു അവാർഡ് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അങ്ങനെയുള്ള നമ്മളെ ഒരു ഓണററി നമ്മൾ ലഭിക്കുന്ന ഒരു സമയമായിട്ട് പ്രത്യേകിച്ച് പറയുന്നു. അത്തരം കാര്യങ്ങളൊക്കെ ശ്രമിക്കുന്നവർക്കും കാത്തിരിക്കുന്നവർക്കും ഒരു നല്ല മാസമായിരിക്കും എന്നാണ് പ്രത്യേകിച്ച് പറയുന്നത്. ദൈവാനുഗ്രഹമുള്ള മാസമാണ്. ശ്രദ്ധിക്കേണ്ടത് അനാവശ്യമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ ഈ സമയത്ത് ഒഴിവാക്കുക. കുടുംബത്തിലും ചെറിയ ചെറിയ വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കണം എന്ന് പറയുന്നുണ്ട്. കർമ്മമേഖലയിൽ നല്ല ഒരു പ്രോഗ്രസ് ഉള്ള സമയമാണ്. പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കലാവാം, ട്രാൻസ്ഫർ വരാനുള്ള സാധ്യതകളോ മറ്റു കാര്യങ്ങളോ ആവാം. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പുതിയ പാർട്ട്ണർഷിപ്പ് സംരംഭങ്ങൾ ഈ സമയത്ത് എന്തായാലും അത് വിജയിക്കില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പുതിയ ജോലി കാര്യങ്ങളിലേക്ക് പുതിയ യാത്രകൾ വരാൻ സാധ്യതയുണ്ട്. പെട്ടെന്നുള്ള ദൂരദേശ യാത്രകൾക്ക് സാധ്യത ഈ സമയത്ത് പ്രത്യേകിച്ച് പറയുന്നു. അപ്പോൾ വിദേശങ്ങളായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു സമയമാണ്. പഠിതാക്കൾക്കൊക്കെ നല്ല സമയമാണ്. നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന സമയമാണ്. അതുപോലെ പഠനമൊക്കെ കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല ഇൻ്റർവ്യൂ ഒക്കെ പാസ്സാവാനും പെട്ടെന്നുള്ള ഒരു ജോലി കാര്യങ്ങളൊക്കെ ശരിയായി വിദേശത്തൊക്കെ പോകാനുള്ള സാധ്യതകളും പറയുന്നുണ്ട്. അത് നല്ലൊരു സമയമാണ്. അപ്പോൾ ഈ ഏഴരശ്ശനിയുടെ കാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ നിൽക്കുന്നതിനെക്കാട്ടിലും ദൂരദേശ യാത്രകൾക്ക് നമുക്ക് നല്ലതായിരിക്കും. നാട്ടിൽ നിന്ന് അത്രയും തന്നെ നമുക്ക് ഗുണം ഉണ്ടാവില്ല എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചിലവർക്ക് വിദേശ കാര്യങ്ങളാവാം, ചിലവർക്ക് ഗൃഹമൊക്കെ മാറി താമസിക്കുന്ന സിറ്റുവേഷനൊക്കെ ആവാം. അങ്ങനെ കുറച്ച് ദൂരെ എന്തെങ്കിലും നമ്മളൊരു മാറ്റത്തിന് തയ്യാറാവുന്നത് നന്നായിരിക്കും എന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ വേണം. ഗുരുജനങ്ങൾക്ക് അല്പം അരിഷ്ടതകൾ കടന്നുപോകും, അതും ശ്രദ്ധിക്കുക. സ്വന്തം ആരോഗ്യകാര്യത്തിന് നല്ല ശ്രദ്ധ വേണം. കുറച്ച് വ്യായാമം, മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള സമയമാണ്. നല്ല പോഷകാഹാരങ്ങളൊക്കെ കഴിക്കണം. സന്ധിവേദനകൾ പിന്തുടരും. കണ്ണിന് അസുഖങ്ങൾ വരാം, ഉദരവ്യാധി വരാം, നീർക്കെട്ടുകൾ മുഖാന്തരം ചില ബുദ്ധിമുട്ടുകൾ നേരിടാം. ദഹനക്കെടിൻ്റെ പ്രശ്നങ്ങളോ മൂത്രാശയ രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യത പറയുന്നുണ്ട്. ഇതൊക്കെ അധികം ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. തക്കതായിട്ടുള്ള ചികിത്സാ കാര്യങ്ങളൊക്കെ ഫലപ്രദമാക്കി മുന്നോട്ട് പോകണം എന്നാണ് സൂചിപ്പിക്കുന്നത്. കൂടെ നല്ല പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ ചെയ്യുക. നമുക്ക് ശനി മാറ്റത്തെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഇത് കാണുക.
അതേപോലെ തന്നെ നമുക്ക് വർഷഫലം എന്നുള്ള വീഡിയോയിൽ കൂടുതൽ വിശദാംശങ്ങൾ ജോലി കരിയറിലേഡ് ആയിട്ടുള്ള വിഷയങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതും കണ്ട് മനസ്സിലാക്കുക. വിഷുഫലം വീഡിയോ ആൾറെഡി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കുക. വിവാഹങ്ങൾ നടക്കാത്തവർക്ക് തീർച്ചയായിട്ടും ഒരു നല്ല വിവാഹാലോചനയൊക്കെ വരുമെങ്കിലും കുറച്ച് തീരുമാനങ്ങൾ എടുക്കാൻ അല്പം ഒരു വൈകലുണ്ടാവും. ഒരു കൺഫ്യൂഷൻ നിലനിൽക്കും. വേണോ വേണ്ടയോ, ഏത് ചൂസ് ചെയ്യണം എന്നുള്ളതായിട്ട് കൺഫ്യൂഷനൊക്കെ നിലനിൽക്കും. അപ്പോൾ സമയബന്ധിതമായിട്ട് സമയ സാഹചര്യങ്ങളനുസരിച്ച് നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളാനെ കൊണ്ട് ശ്രമിക്കുക. അതേപോലെ സന്താനപ്രീതികരമായിട്ടുള്ള ഒരു മാസമായിട്ട് പറയുന്നു. ഇതുവരെ സന്താനങ്ങളാവാത്തവർക്ക് തീർച്ചയായിട്ടും സന്താനപ്രീതികരമായിട്ടുള്ള മാസമായിട്ട് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതേപോലെ നല്ലൊരു മാറ്റത്തിൻ്റെ ഒരു സമയമാണ്. മതപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാനായിട്ട് പറയുന്നു. പ്രാർത്ഥനകളും മെഡിറ്റേഷനും മറ്റു കാര്യങ്ങളും നല്ലവണ്ണം ചെയ്യുക. എവിടെയെങ്കിലും കുറച്ച് ചാരിറ്റി ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഈ ദോഷങ്ങളൊക്കെ നമ്മൾ മറികടക്കാൻ നമുക്ക് പുണ്യപ്രവർത്തികൾ ചെയ്യണം. ക്ഷേത്ര ദർശനങ്ങളാവാം, ദൂരദേശ യാത്രകളാവാം, പുണ്യസ്ഥലങ്ങൾ ദർശനം ചെയ്യലാവാം. ഇതൊക്കെ ചെയ്യുന്നതൊക്കെ വളരെയധികം നന്നായിരിക്കുമെന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെയാണ് മീനം രാശിക്കാർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ വരുന്നതായിട്ടുള്ള ഗുണദോഷങ്ങൾ. അശ്വതി മുതൽ രേവതി വരെയുള്ള എല്ലാ നക്ഷത്രക്കാർക്കും ഈ മാസ വീഡിയോ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉപകാരപ്രദമാവുന്നുണ്ട് എന്ന് വിചാരിക്കട്ടെ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ബന്ധുമിത്രാദികൾക്ക് ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർ ചാനൽ മെയിൻ പേജിൽ കയറി വീഡിയോയിൽ കാണാവുന്നതാണ്. അതേപോലെ തന്നെ ജ്യോതിഷപരമായിട്ട് ചെറിയ സംശയങ്ങൾക്കൊക്കെ നമ്മൾ മറുപടി കൊടുത്തു വരുന്നുണ്ട്. താഴെയുള്ള കമന്റ് ബോക്സ് രേഖപ്പെടുത്തും മറുപടി കൊടുക്കുന്നുണ്ട്. വിശദമായിട്ട് കാര്യങ്ങൾക്ക് നേരിൽ വരികയോ അല്ലെങ്കിൽ ഓൺലൈൻ വീഡിയോ കൺസൾട്ടേഷൻ മുതലായ കാര്യങ്ങളൊക്കെ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ ഒരു മാസം ഭഗവത് പ്രീതി വരട്ടെ, കർമ്മരംഗത്ത് അഭ്യുന്നതി ഉണ്ടാവട്ടെ, എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ, ഭാഗ്യയോഗങ്ങൾ വരട്ടെ, ഗുരുകടാക്ഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു നല്ല സബ്ജക്റ്റുമായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.